മക്കളെ നമ്മൾ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ചാപ്റ്ററിന്റെ കുറെ പോർഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്? നമ്മൾ കുറെ ഇതിന്റെ പേരിടുന്നത് പഠിച്ചു അല്ലെ. കാർബൺ കോമ്പൗണ്ട്സിന്റെ നെയിമിംഗ് പഠിച്ചു, കാർബൺ കോമ്പൗണ്ട്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് പഠിച്ചു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡീഷൻ റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ഓക്സിഡേഷൻ, കമ്പഷൻ എന്നിങ്ങനെ റിയാക്ഷൻസ് പഠിച്ചു. ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കോമ്പൗണ്ട്സിനെ പറ്റിയിട്ടാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാർബൺ കോമ്പൗണ്ട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് എത്തനോൾ ആണ് കേട്ടോ. എത്തനോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലേ. നിങ്ങൾക്ക് ഈ എത്തനോൾ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത്? ഇതൊരു ആൽക്കഹോൾ ആണെന്ന് മനസ്സിലായി അല്ലെ. എത്തനോൾ ഓള് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ആൽക്കഹോൾ ആണ്. ആൻഡ് ഓൾസോ ഈതെയിൻ ആണല്ലേ. ഈതെയിൻ മാറ്റിയിട്ടാണ്, ഈതെയിനിന്റെ ഈ മാറ്റിയിട്ടാണ് ഓൾ ഇട്ടിട്ടാണ് നമ്മൾ എത്തനോൾ എന്ന് പറയുന്ന പേരിട്ടത്. സോ ഇതിനകത്ത് 2 കാർബൺ ഉണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ. അപ്പൊ 2 കാർബൺ ഉള്ള ഒരു ആൽക്കഹോൾ ആണ് എത്തനോൾ എന്ന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എത്തനോൾ എന്ന് പറയുന്ന പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. ഓക്കെ, നമുക്കിനി എത്തനോളിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. സോ എത്തനോൾ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ആണ്. റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന, സാധാരണ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന ഒരാളാണ് എത്തനോൾ എന്ന് പറയുന്നത്. ആൻഡ് കോമൺലി കോൾഡ് ആൽക്കഹോൾ. നമ്മൾ പൊതുവെ ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് എത്തനോൾ എന്നാണ് കേട്ടോ. എത്തനോൾ എന്നാണ് ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് മീൻ ചെയ്യുന്നത് എത്തനോളിലാണ്. ആൻഡ് ഈസ് ദി ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഓഫ് ഓൾ ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. അപ്പം ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം എത്തനോൾ ആണ്. സിൻസ് ഇറ്റ് ഇസ് എ ഗുഡ് സോൾവെന്റ്, ഇറ്റ് ഇസ് ഓൾസോ യൂസ്ഡ് ഇൻ മെഡിസിൻ. അപ്പം ആൽക്കഹോളിന് മാത്രമല്ല, എത്തനോൾ എന്ന് പറയുന്നത് നല്ലൊരു സോൾവെന്റ് ആയതുകൊണ്ട് മെഡിസിൻ പ്രിപ്പറേഷനിലും മെഡിസിൻസിലും എത്തനോള് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിൻസ് ഇറ്റ് ഇസ് എ ഗുഡ് സോൾവെന്റ്, ഇറ്റ് ഇസ് ഓൾസോ യൂസ്ഡ് ഇൻ മെഡിസിൻസ്. ആൻഡ് എത്തനോൾ ഇസ് ഓൾസോ സോല്യബിൾ ഇൻ വാട്ടർ ഇൻ ഓൾ പ്രപ്പോർഷൻസ്. അപ്പം വാട്ടറിലും സോല്യബിൾ ആണ്. കൺസപ്ഷൻ ഓഫ് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഡൈല്യൂട്ട് എത്തനോൾ കോസസ് drunkenness. And intake of even a small quantity of pure ethanol. പ്യൂർ എത്തനോളിന് നമ്മൾ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് എത്തനോൾ എന്നാ പറയുക. അത് ലീത്തൽ ആണ് കേട്ടോ. അബ്സല്യൂട്ട് എത്തനോൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ലീത്തൽ ആണ്. ഓൾസോ ലോങ് ടേം കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ലീഡ് ടു മെനി ഹെൽത്ത് പ്രോബ്ലംസ്. അപ്പൊ കുറെ കാലം നമ്മൾ ആൽക്കഹോൾ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരും. അതുകൊണ്ട് നമ്മൾ ആൽക്കഹോൾസ് എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് ആണ്. നമ്മൾ ആൽക്കഹോള് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഞാൻ സ്പെസിഫൈ ചെയ്യുന്നു, നമ്മൾ ആൽക്കഹോൾസ് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, സോ എത്തനോളിന്റെ റിയാക്ഷൻസ്. എത്തനോളിന്റെ റിയാക്ഷൻ, ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് സോഡിയവുമായിട്ടുള്ള റിയാക്ഷൻ ആണ് കേട്ടോ. എത്തനോളും സോഡിയവുമായിട്ടുള്ള റിയാക്ഷൻ. എത്തനോളിനെ കണ്ടോ നിങ്ങള്? C2H5OH. ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെയാ എത്തനോൾ ഉണ്ടാവുക? ഞാൻ ഈ C2H5OH എന്ന് എഴുതിയിരിക്കുന്ന സാധനം എന്താ? ഇതും കൂടെ പഠിക്കണം നിങ്ങൾ, അതുകൊണ്ടാണ് ഞാനിപ്പോ പറയുന്നേ. C2H5 ആണ് അല്ലെ. CH3 ഒരു OH വരും, H വരും അല്ലെ. അപ്പൊ എത്ര ഹൈഡ്രജൻ ആയി? 5 ഹൈഡ്രജൻ ആയി അല്ലെ. 6 ഹൈഡ്രജൻ ഉണ്ട്. 5 ഹൈഡ്രജൻ ഇതും പിന്നെ OHന്റെ ഒരു ഹൈഡ്രജനും. അപ്പം CH3 CH2 OH എന്ന് പറയുന്ന എന്താടാ? എത്തനോൾ ആണ്. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. നമ്മൾ ഷോർട്ട് ആക്കി എഴുതുന്ന സാധനമാണ് ആ ബോർഡിൽ എഴുതിയിട്ട് റിയാക്ഷൻ ആക്കിയിട്ട് എഴുതിയിട്ടുള്ളത്. സോ എത്തനോള് സോഡിയവുമായിട്ടുള്ള റിയാക്ഷൻ ആണ് കേട്ടോ. അപ്പം ഇതിനെ നമ്മള് ഈത്തയിൽ ആൽക്കഹോൾ എന്ന് പറയും. എത്തനോളിനെ തന്നെ നമ്മള് ഈത്തയിൽ ആൽക്കഹോൾ എന്ന് പറയും. ഓക്കെ, ഈത്തയിൽ ആൽക്കഹോൾ ആണ് എത്തനോൾ എന്ന് പറയുന്നത്. അപ്പം ഇത് ഞാൻ ബാലൻസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഇക്വേഷൻ ആണ്. 2 എത്തനോള് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് സോഡിയം എത്തനോക്സൈഡ് കിട്ടും. ഓക്കെ, Na കിട്ടും. Na ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സോഡിയം എത്തനോക്സൈഡ് കിട്ടും, പിന്നെ ഹൈഡ്രജനും കിട്ടും. സോ ഇതാണ് എത്തനോളിന്റെ റിയാക്ഷൻ. അപ്പം എന്താ സംഭവിക്കുന്നത്? C2H5OH ഉണ്ടായിരുന്നു, ഇവിടെ C2H5O മാറിയിട്ട് ഈ ഹൈഡ്രജൻ രണ്ടും പോയിട്ട് എന്താ സംഭവിക്കുന്നത്? അവിടെ Na കയറിയിരിക്കും. ഓക്കെ, അപ്പം C2H5OHന്റെ അകത്ത് ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ Na വന്നിരിക്കും. ഇതാണ്
സോഡിയവുമായിട്ടുള്ള എത്തനോളിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോഡിയവുമായിട്ടുള്ള എത്തനോളിന്റെ റിയാക്ഷൻ ആണ് ഇത്. അപ്പം അവിടെ എച്ച് മാറിയിട്ട് ആര് വരും? സോഡിയം വരും, Na വരും. അതാണ് സോഡിയവുമായിട്ടുള്ള റിയാക്ഷൻ. ഓക്കെ, ആൻഡ് റിയാക്ഷൻ ടു ഗിവ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എങ്ങനെയാ കിട്ടുന്ന നോക്കാം. ഓക്കെ, എത്തനോളാണ് നമ്മൾ വീണ്ടും എത്തനോൾ എടുത്തു. ഹീറ്റിംഗ് എത്തനോൾ അറ്റ് 443 കെൽവിൻ. നമ്മൾ 440 ടെമ്പറേച്ചർ ഇമ്പോർട്ടന്റ് ആണ്. 443 കെൽവിൻ ആണ്. 443 കെൽവിനില് നമ്മൾ എത്തനോളിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് എക്സസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അല്ലെ, എക്സസ് ആയിട്ടുള്ള ഹോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ് H2SO4 എന്ന് പറയുന്നത്. എന്താടാ? സൾഫ്യൂരിക് ആസിഡ് ആണ്. H2SO4 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഡീഹൈഡ്രേഷൻ ഓഫ് എത്തനോൾ ടു ഗിവ് ഈത്തീൻ അല്ലെ. അപ്പം CH3 എത്തനോൾ ആണിത്. CH3CH2OH 443 കെൽവിനില് ഇൻ പ്രസൻസ് ഓഫ് എക്സസ് ഹോട്ട് സൾഫ്യൂരിക് ആസിഡ് വി വിൽ ബി ഗെറ്റിംഗ് എന്താ കിട്ടുക? ഈഥീൻ കിട്ടും അല്ലെ. ഇതാണ് ഈഥീൻ. CH2 ഡബിൾ ബോണ്ട് CH2 അതാണ് ഈഥീൻ. അപ്പം എത്തനോള് ഈഥീൻ എന്ന് പറയുന്നത് എന്താ? അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ ആണ് അല്ലെ. ഡബിൾ ബോണ്ട് വന്നിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ ആണ് ഈഥീൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തിനാ കിട്ടിയത്? എത്തനോളിന്ന് ഈഥീൻ കിട്ടി ഇൻ പ്രസൻസ് ഓഫ് എക്സസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അല്ലെ. സൾഫ്യൂരിക് ആസിഡിന്റെ അകത്തുനിന്ന് അറ്റ് 443 കെൽവിൻ 443 കെൽവിന്റെ പ്രസൻസിൽ നമുക്ക് എത്തനോളിൽ നിന്നും ഈഥീൻ കിട്ടി അല്ലെ. സോ അതാണ് റിയാക്ഷൻ ടു ഗിവ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ കിട്ടുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. The concentrated sulfuric acid can be regarded as a dehydrating agent. Concentrated sulfuric acid എന്ന് പറയുന്നത് ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ് വിച്ച് റിമൂവ്സ് വാട്ടർ ഫ്രം എത്തനോൾ. അപ്പം എത്തനോളിന്റെ അകത്തുനിന്ന് വാട്ടർ റിമൂവ് ചെയ്യുന്ന ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. കണ്ടോ നിങ്ങൾ, വാട്ടർ റിമൂവ് ആയി പോയത്. എത്തനോളിന്റെ അകത്തുള്ള വാട്ടർ മോളിക്യൂളർ H2O ആണ് ഇവിടുന്ന് റിമൂവ് ആയി പോയിട്ടുള്ളത് അല്ലെ. ഫസ്റ്റിലുള്ള ഒരു എച്ചും ഇവിടുന്ന് ഒരു എച്ചും പോയി, ഇവിടുന്ന് ഒരു ഓയിച്ചും പോയി അല്ലെ. ഈ ഓയിച്ചും പോയി, ഈ എച്ചും പോയി. അപ്പം CH2 ഡബിൾ ബോണ്ട് CH2. ഇതാണ് ഈഥീൻ. നമുക്ക് ഈഥീൻ ആണ് കിട്ടിയിരിക്കുന്നത്. സോ അതാണ് റിയാക്ഷൻ ടു ഗിവ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. അപ്പൊ ഫസ്റ്റത്തെ റിയാക്ഷൻ എന്തായിരുന്നു? റിയാക്ഷൻ വിത്ത് സോഡിയം അല്ലെ. അപ്പൊ സോഡിയവുമായിട്ടുള്ള റിയാക്ഷൻ കണ്ടു. റിയാക്ഷൻ കാരണം നമുക്ക് എന്തും കിട്ടിയത് കണ്ടു? ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ കിട്ടിയതായിട്ടും നമ്മൾ കണ്ടു. ഓക്കെ, സോ ഹൗ ഡു ആൽക്കഹോൾ എഫക്ട് ലിവിംഗ് ബീങ്സ്? ജസ്റ്റ് ഒരു വായിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. എങ്ങനെയാണ് ആൽക്കഹോള് ലിവിംഗ് ബീങ്സിനെ എഫക്ട് ചെയ്യുന്നത്? നമുക്ക് ഏതൊക്കെ സിസ്റ്റത്തിൽ നമ്മൾ ആൽക്കഹോൾ കൺസംഷൻ, നമ്മൾ ആൽക്കഹോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഉണ്ടാവുക എന്നുള്ളൊരു പോയിന്റ്സ് ആണ്. ഓക്കെ, നിങ്ങൾ ആൽക്കഹോള് നിങ്ങൾ അബ്യൂസ് ഒന്നും ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. വെൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് എത്തനോൾ ആർ കൺസ്യൂംഡ് ഇറ്റ് ടെൻഡ്സ് ടു ഷോ സ്ലോ മെറ്റബോളിക് പ്രോസസ്സസ്. നമ്മുടെ മെറ്റബോളിക് പ്രോസസ് ഒക്കെ സ്ലോ ഡൗൺ ചെയ്യും. ആൻഡ് ടു ഡിപ്രസ് ദി സെൻട്രൽ നെർവസ് സിസ്റ്റം. നമ്മുടെ CNS അല്ലെ, സെൻട്രൽ നെർവസ് സിസ്റ്റം, CNSന് എന്ത് ചെയ്യും? ഡിപ്രസ് ചെയ്യും കൂടുതലായിട്ട് എത്തനോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ദിസ് റിസൾട്ട് ഇൻ lack of coordination, mental confusion, drowsiness, lowering of the normal inhibitions, and finally stupor. The individual may feel relaxed without realizing that his sense of judgment, sense of timing, and muscular coordination have been seriously impaired. അപ്പൊ ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ടാവുമായിരിക്കും, പക്ഷെ ഇയാളുടെ സിസ്റ്റം മൊത്തം പോവാന്ന് ഇയാൾക്ക് മനസ്സിലാവില്ല. Unlike ethanol, intake of methanol and very small quantities can cause death. ethanol പോട്ടെ, മെത്തനോൾ കുറഞ്ഞ ക്വാണ്ടിറ്റീസിലെങ്കിലും എടുത്തു കഴിഞ്ഞാല് അത് ഡെത്ത് വരെ ഉണ്ടാക്കുന്നാണ് പറയുന്നത്. ഓക്കെ, സോ മെത്തനോൾ ഈസ് ഓക്സിഡൈസ്ഡ് ഇൻ ടു മെത്തനാൽ എന്ന് പറയുന്ന ഒരു ആൽഡിഹൈഡ് ആയിട്ട് മാറും. ഓക്കെ, ആൽക്കഹോള് പെട്ടെന്ന് മാറിയിട്ട് മെത്തനാൽ എന്ന് പറയുന്ന ഒരു ആൽഡിഹൈഡ് ആയിട്ട് മാറും അല്ലെ. ഏല് കണ്ടില്ലേ നിങ്ങള്? മെത്തനാൽ എന്ന് പറയുന്ന ഒരു
ആൽഡിഹൈഡ് ആയിട്ട് മാറും. മെത്തനാൽ റിയാക്ട്സ് റാപ്പിഡ്ലി വിത്ത് ദി കോമ്പണൻസ് ഓഫ് സെൽസ്. അപ്പം ഈ മെത്തനാൽ പോയിട്ട് നമ്മുടെ സെൽസിലെ കോമ്പണൻസുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യും. ഇറ്റ് കൊയാഗുലേറ്റ്സ് ദി പ്രോട്ടോപ്ലാസ്റ്റ്. നമ്മുടെ സെല്ലിലെ പ്രോട്ടോപ്ലാസ്റ്റിനെ അത് കൊയാഗുലേറ്റ് ചെയ്യും. ഇൻ മച്ച് ദ സെയിം വേ an egg is coagulated by cooking. നമ്മള് ഒരു എഗ്ഗ് കുക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ സംഭവിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടോപ്ലാസ്റ്റിന് ഇത് പോയിട്ട് കൊയാഗുലേറ്റ് ചെയ്യും. ആൻഡ് മെത്തനോൾ ഓൾസോ എഫക്ട് ദി ഒപ്റ്റിക് നെർവ് കോസിങ് ബ്ലൈൻഡ്നെസ്. അപ്പൊ നമ്മള് മെത്തനോള് ഒപ്റ്റിക് നെർവിനെ എഫക്ട് ചെയ്തിട്ട് ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം എത്തനോൾ ഇസ് എൻ ഇമ്പോർട്ടന്റ് ഇൻഡസ്ട്രിയൽ സോൾവെന്റ്. To prevent the misuse of ethanol produced for industrial use, it is made unfit for drinking by poisonous substances like methanol to it. അപ്പൊ അത് ഡ്രിങ്കിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസും കൂടെ ആഡ് ചെയ്യാറുണ്ട്. ഡൈസ് ആർ ഓൾസോ ആഡഡ് ടു കളർ ദി ആൽക്കഹോൾ ബ്ലൂ so that it can be identified easily. അപ്പം ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈസ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. ദിസ് ഈസ് കോൾഡ് ഡീനാച്ചേർഡ് ആൽക്കഹോൾ. അതിനെയാണ് ഡീനാച്ചേർഡ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഡീനാച്ചേർഡ് ആൽക്കഹോൾ ഓർത്തിരിക്കുക കേട്ടോ. സോ പിന്നെ ആൽക്കഹോൾ നമ്മൾ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ആൽക്കഹോൾ ആസ് എ ഫ്യൂവൽ. So sugarcane plants are one of the most efficient converters of sunlight to chemical energy. അപ്പം സൺലൈറ്റിനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നതിന് ഇമ്പോർട്ടന്റ് ആണ് sugarcane plants. So sugarcane juice can be used to prepare molasses which is fermented to give alcohol അല്ലെങ്കിൽ ethanol. Some countries now use alcohol as an additive in petrol since it is a cleaner fuel which give rise to only carbon dioxide and water on burning in sufficient air. അപ്പോൾ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓക്സിജൻ സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം ബേൺ ചെയ്തിട്ട് എന്താ സംഭവിക്കുക? ആൽക്കഹോൾ ബേൺ ചെയ്തിട്ട് അത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ആയിട്ട് മാറ്റും. അതുകൊണ്ട് ചില കൺട്രീസിൽ നമ്മൾ ഇത് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, പെട്രോളിന്. ഓക്കെ, നെക്സ്റ്റ് നമ്മള് പ്രോപ്പർട്ടീസ് ഓഫ് എത്തനോയിക് ആസിഡ്. അപ്പൊ നമ്മള് എത്തനോൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആൽക്കഹോൾ പഠിച്ചു. ഇനി നമ്മൾ ആസിഡ് ആയിട്ടുള്ള എത്തനോയിക് ആസിഡ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എത്തനോയിക് ആസിഡ്. അപ്പൊ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി? ഓയിക് ആസിഡ് എന്ന് കേൾക്കുമ്പോൾ അതൊരു കാർബോക്സിൽ ഗ്രൂപ്പ് ആണ് അല്ലെ, കാർബോക്സിലിക് ആസിഡ് ആണെന്ന് മനസ്സിലായി. എത്തനോൾ എന്ന് പറഞ്ഞപ്പം 2 കാർബൺ ഉള്ള ഒരു കാർബോക്സിലിക് ആസിഡ് ആണെന്ന് മനസ്സിലായി അല്ലെ, അതാണ് ethanoic acid എന്ന് പറയുന്നത്. So hope it is clear. So ethanoic acid is commonly called acetic acid and belongs to a group of acids called carboxylic acid അല്ലെ. അപ്പം acetic acid എന്ന് പറയുന്നത് ethanoic acid ആണെന്ത് acetic acid എന്ന് പറയുന്നത്. 5 to 8% solution of acetic acid in water is called vinegar. നമ്മൾ എടുക്കുന്നത് വിനെഗർ എന്ന് പറയുന്ന acetic acid അല്ലേ, അസറ്റിക് ആസിഡ് ആണ് വിനെഗർ. നമ്മള് അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വിനെഗർ ഇല്ലേ, അത് അസറ്റിക് ആസിഡ് ആണ്. 5 to 8% solution of acetic acid in water is called vinegar and is used widely as a preservative in pickles. നമ്മള് പിക്കിൾസിലെ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. Melting point of pure ethanoic acid is 290 Kelvin and hence it is often freezes during winter in cold climates. This gives rise to its name glacial acetic acid എന്ന് പറയുന്ന ഒരു പേരും കൂടെ ഇതിനുണ്ട്. ഓക്കെ, കാർബോക്സിലിക് ആസിഡ്സ് ആർ വീക്ക് ആസിഡ്സ്. അപ്പൊ നിങ്ങൾക്ക് വീക്ക് ആസിഡ് എന്താ, സ്ട്രോങ് ആസിഡ് എന്താന്ന് അറിയാലോ. വീക്ക് ആസിഡ് കാർബോക്സിലിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണ്. സ്ട്രോങ് ആസിഡ്സിന്റെ 2 പേര് പറഞ്ഞേ, പേര് ഓർത്ത് നോക്കിയേ, ഏതാ? HCl, H2SO4 ഒക്കെ എന്താണ്, ഹൈഡ്രജൻ അയോൺസ് തരുന്ന ആൾക്കാരൊക്കെ എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് ആണ്. കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് വീക്ക് ആയിട്ടുള്ള ആസിഡ് ആണ്. ക്ലിയർ അല്ലേ? ആൻഡ് റിയാക്ഷൻസ് ഓഫ് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡിന്റെ റിയാക്ഷൻസ്. ഫസ്റ്റ് റിയാക്ഷൻ ആണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് esters are most commonly formed by reaction of an acid and alcohol. അപ്പം ഒരു ആസിഡും ആൽക്കഹോളും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ആസിഡും ഒരു ആൽക്കഹോളും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആളാണ് ആര് മക്കളെ? എസ്റ്റർ.
അപ്പം ആസിഡും ആൽക്കഹോളും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന ആളാണ് എസ്റ്റർ എന്ന് പറയുന്നത്. ആസിഡും ആൽക്കഹോളും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് എസ്റ്റർ എന്ന് പറയുന്നത്. എത്തനോയിക് ആസിഡ് റിയാക്ട് വിത്ത് ആബ്സല്യൂട്ട് എത്തനോൾ. അപ്പം എത്തനോയിക് ആസിഡും എത്തനോളും റിയാക്ട് ചെയ്തിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ആസിഡ് കാറ്റലിസ്റ്റ്, ഒരു ആസിഡ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ടു ഗിവ് എൻ എസ്റ്റർ. അപ്പം കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും അല്ലെ, എത്തനോയിക് ആസിഡും എത്തനോളും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഇൻ പ്രസൻസ് ഓഫ് ആൻ ആസിഡ് മീഡിയത്തിൽ റിയാക്ട് ചെയ്താൽ നമുക്ക് എസ്റ്റർ കിട്ടും. ഓക്കെ, ആസിഡ് മീഡിയത്തിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ്റ്റർ കിട്ടും. ഇവിടെ ഒരു കാറ്റലിസ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. എന്തായിരുന്നു മക്കളെ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഓർക്കുന്നുണ്ടോ? കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു റിയാക്ഷന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാണ്. റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരാളാണ്. ആ കാറ്റലിസ്റ്റ് നമ്മൾ ആ റിയാക്ഷനിലേക്ക് ഇട്ട് കഴിഞ്ഞു, റിയാക്ഷൻ കഴിഞ്ഞ് നമ്മൾ കാറ്റലിസ്റ്റിനെ എടുത്തു നോക്കിയാലും കാറ്റലിസ്റ്റിന് യാതൊരു കെമിക്കൽ ചേഞ്ചും സംഭവിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എസ്റ്റർ ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ് അല്ലെ. എസ്റ്റർ ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. അവിടെ എന്താ ഉള്ളത്? ഒരു ആൽക്കഹോളും ഒരു ആസിഡും ആസിഡ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ എസ്റ്റർ ഫോം ചെയ്യും. അതാണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു കാർബോക്സിലിക് ആസിഡ് ആർ ഗ്രൂപ്പ് ആണ്. ഇത് ആർ ഗ്രൂപ്പ് എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? എന്ത് വേണേലും ആവാട്ടോ. CH3 CH2 നിങ്ങൾക്ക് എത്ര വേണേലും ഗ്രൂപ്പ് എഴുതാം. ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതാണ്. ആ ഒരു നീണ്ട ലോങ് കാർബൺ ചെയിൻ അല്ലെങ്കിൽ ഷോർട്ട് നിങ്ങൾ എടുക്കുന്ന കാർബൺ ചെയിൻ ആണ് ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആർ ഗ്രൂപ്പ് ഉണ്ട്. നമ്മളെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാരാ? കാർബോക്സിലിക് ആസിഡ് ആണ് അല്ലെ ഈ റിയാക്ഷനിൽ. അപ്പം COH ഉണ്ട് ഒരു സാധനം. പിന്നെ ആൽക്കഹോൾ ആണ് R2 എന്ന് എഴുതി. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ? എത്തനോയിക് ആസിഡ് എത്തനോളും ആയിട്ട്. അപ്പം എന്താ? CH3COH എത്തനോയിക് ആസിഡ് എത്തനോളും ആയിട്ട് CH3 CH2OH ആയിട്ടുള്ള റിയാക്ഷൻ ആണ് കേട്ടോ. ആസിഡ് പ്രസൻസിൽ എന്ത് കിട്ടും? എസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് COO കിട്ടും. ഇതാണ് എസ്റ്റർ കേട്ടോ. എസ്റ്ററും കിട്ടും, വാട്ടറും കിട്ടും. ആ ഒരു റിയാക്ഷൻ ആണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. ആസിഡും ആൽക്കഹോളും റിയാക്ട് ചെയ്തിട്ട് എസ്റ്റർ കിട്ടുന്നുണ്ട്. ആ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജനറലി എസ്റ്റേഴ്സ് ആർ സ്വീറ്റ് സ്മെല്ലിംഗ് സബ്സ്റ്റൻസസ്. These are used in making perfumes and as flavoring agents. On treating with sodium hydroxide, which is an alkali, ester is converted back to alcohol and sodium salt of carboxylic acid. This reaction is known as saponification. അപ്പൊ എന്താ saponification reaction എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? saponification important ആണ്. സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ? ഓൺ ട്രീറ്റിംഗ് സോഡിയം ഹൈഡ്രോക്സൈഡ്, ഓൺ ട്രീറ്റിംഗ് എസ്റ്ററിനെ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആയിട്ട് റിയാക്ട് ചെയ്യുമ്പം, NaOH എന്ന് പറയുന്നത് എന്താടാ? ഒരു ആൽക്കലി അല്ലേ. അപ്പം സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എസ്റ്റർ ഈസ് കൺവേർട്ടഡ് ബാക്ക് ടു ആൽക്കഹോൾ ആൻഡ് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ആൽക്കഹോളും സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡുമായിട്ട് മാറും. ആ ഒരു പ്രോസസ്സാണ് സാപ്പോണിഫിക്കേഷൻ. ഓക്കെ, അപ്പം സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ഇത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാല് അത് ബാക്ക് ടു ആൽക്കഹോൾ ആൻഡ് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആയിട്ടല്ല, സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡുമായിട്ട് മാറാം. This reaction is known as saponification because it is used for the preparation of soap. അപ്പം സോപ്പ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് saponification. And soaps are sodium or potassium salts of long carboxylic acid, long chain of carboxylic acid. അപ്പം സോപ്പ് എന്ന് പറയുന്നത് ലോങ് ചെയിൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഇങ്ങനെ CH3 CH2 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 ഇങ്ങനെ ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡിന്റെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ട്, എന്നിട്ട് ലാസ്റ്റ് ഇവിടെ ഒരു സോഡിയം, അതാണ് സോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലോങ് ചെയിൻ ഓഫ് കാർബോക്സിലിക് ആസിഡിന്റെ CO ആണ് കാർബോക്സിലിക് ആസിഡിന്റെ
ലോങ് ചെയിൻ ആണെങ്കിലാണ് അതിനെ സോപ്പ് എന്ന് പറയുന്നത്. ആ റിയാക്ഷനെയാണ് സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം CH3COO C2H5 എസ്റ്റർ ഈത്തയിൽ എത്തനോയേറ്റ് അല്ലെ, COO കണ്ടില്ലേ നിങ്ങള്. അപ്പം ഇതിനെ സോഡിയം ഹൈഡ്രോക്സൈഡ്, എസ്റ്ററിനെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോഡിയം എത്തനോയേറ്റ് കിട്ടും കേട്ടോ. അപ്പം സോഡിയം സാൾട്ട് ഓഫ് എസ്റ്റർ കിട്ടും അല്ലെ, ആസിഡ് കിട്ടും. സോഡിയം സാൾട്ട് ഓഫ് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് അല്ലേ മക്കളെ ഇത്. പിന്നെ നമുക്ക് എത്തനോളും കിട്ടും. അപ്പം റിയാക്ഷൻ തിരിച്ചും നടക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്, സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇഥൈൽ എത്തനോയേറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു ആൽക്കലി ആണ് അല്ലെ, ഇതൊരു ആൽക്കലി ആണ്. അപ്പൊ നമുക്ക് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡും കിട്ടും ആൻഡ് എത്തനോളും കിട്ടും. ഇനി ആ റിയാക്ഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റിയാക്ഷൻ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള റിയാക്ഷൻ ആണ് റിയാക്ഷൻ വിത്ത് എ ബേസ്, ഒരു ബേസുമായിട്ടുള്ള റിയാക്ഷൻ. ഓക്കെ, ഒരു ബേസുമായിട്ടുള്ള റിയാക്ഷൻ. ഓക്കെ, സോ ബേസുമായിട്ടുള്ള റിയാക്ഷൻ. ഓക്കെ, so like mineral acids, ethanoic acid react with a base such as sodium hydroxide. sodium hydroxide പോലെയുള്ള ബേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് like mineral acids, ethanoic acid react with a base such as sodium hydroxide to give a salt, that is sodium ethanoate or commonly called sodium ethanoate എന്നല്ല നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്, സോഡിയം അസറ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോഡിയം അസറ്റേറ്റ് ആൻഡ് വാട്ടർ. സോ ഇതാണ് ബേസുമായിട്ടുള്ള റിയാക്ഷൻ. അപ്പം സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ഈ CH3COOH റിയാക്ട് ചെയ്യുന്ന സമയത്ത് CH3COONയും കിട്ടും, വാട്ടറും കിട്ടും. സോ ഇതാണ് റിയാക്ഷൻ വിത്ത് എ ബേസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻ വിത്ത് കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രോജൻ കാർബണേറ്റ്. അപ്പം കാർബണേറ്റും ഹൈഡ്രോജൻ കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ, ബൈകാർബണേറ്റ് ആണ് അല്ലെ. അപ്പം കാർബണേറ്റും ബൈകാർബണേറ്റും തമ്മിലുള്ള റിയാക്ഷൻ, റിയാക്ഷൻ വിത്ത് കാർബണേറ്റ് ആൻഡ് ബൈകാർബണേറ്റ്, കാർബണേറ്റ് ഓർ ഹൈഡ്രോജൻ കാർബണേറ്റ്. സോ ethanoic acid react with carbonate and hydrogen carbonate to give rise to ഒരു സോൾട്ട് തരും, കാർബൺ ഡൈ ഓക്സൈഡ് തരും ആൻഡ് വാട്ടർ. നിങ്ങൾ അത് ഓർത്ത് വെക്കുക. ഒരു സാൾട്ട് കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒരു സോൾട്ടും കിട്ടും. ആര്? എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡിന്റെ റിയാക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. എത്തനോയിക് ആസിഡ് കാർബണേറ്റും ബൈകാർബണേറ്റും ആയിട്ട് റിയാക്ട് ചെയ്തിട്ട്, ഹൈഡ്രോജൻ കാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈകാർബണേറ്റും ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു സാൾട്ട് തരും, കാർബൺ ഡൈ ഓക്സൈഡ് തരും, വാട്ടർ തരും. ദ സാൾട്ട് പ്രൊഡ്യൂസ് ഈസ് കോമൺലി കോൾഡ് സോഡിയം അസറ്റേറ്റ്. നമുക്ക് കിട്ടുന്ന സാൾട്ടിന് നമ്മൾ പറയാ സോഡിയം അസറ്റേറ്റ് ആണ് കോമൺ ആയിട്ട് കിട്ടുന്ന സാൾട്ട് എന്ന് പറയുന്നത്. അപ്പം എത്തനോയിക് ആസിഡ് സോഡിയം കാർബണേറ്റും ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. എത്തനോയിക് ആസിഡ് സോഡിയം കാർബണേറ്റും ആയിട്ടുള്ള റിയാക്ഷൻ ആണ് CH3COONA അല്ലെ. അപ്പം CH3COOH മാറിയിട്ട് CH3COONA കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും, വാട്ടറും കിട്ടും. ഇതാണ് നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അത് സോഡിയം കാർബണേറ്റ്. ഇനി ഇത് സോഡിയം ബൈകാർബണേറ്റിന്റെ റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ്. സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് CH3COOH NaHCO3. നേരത്തെ NaCO3 ആയിരുന്നു, ഇത് NaHCO3. സെയിം പ്രോഡക്റ്റ് തന്നെ കിട്ടുന്ന CH3COONA പ്ലസ് H2O പ്ലസ് CO2. അപ്പൊ ഇവിടെ രണ്ടെണ്ണം കിട്ടുമായിരുന്നു, ഇവിടെ ഒരു CH3COONA. ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അവിടെ 2 എടുക്കുന്നുണ്ടായിരുന്നു, ഇവിടെ എല്ലാം 1 വെച്ചിട്ടാണ് എടുക്കുന്നത്. സോ ഇതാണ് റിയാക്ഷൻ വിത്ത് കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രോജൻ കാർബണേറ്റ്സ്. എന്താ കിട്ടുക? CH3CONAയും കിട്ടും, എന്തും കിട്ടും, വാട്ടറും കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും അല്ലെ. അപ്പം സോഡിയം അസറ്റേറ്റ് എന്ന് പറയുന്ന ഒരു സോൾട്ടും കിട്ടും,
സോഡിയം അസറ്റേറ്റ് എന്ന് പറയുന്ന ഒരു സോൾട്ടും കിട്ടും, വാട്ടറും കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. അതാണ് റിയാക്ഷൻ വിത്ത് കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രോജൻ കാർബണേറ്റ്സ്. ഓക്കെ, സോ ഇനി നമ്മള് ലാസ്റ്റ് പോർഷനിലേക്ക് പോവാണ്, ദാറ്റ് ഈസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അതിന്റെ മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ പഠിച്ചത്? ആൽക്കഹോൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാർബൺ കോമ്പൗണ്ട്സിനെ പറ്റി പഠിച്ചു അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാർബൺ കോമ്പൗണ്ട്സ് ഏതൊക്കെയായിരുന്നു? എത്തനോൾ പഠിച്ചു, പിന്നെ ഏത് കാർബോക്സിലിക് ആസിഡാ പഠിച്ചത്? എത്തനോയിക് ആസിഡും പഠിച്ചു അല്ലെ. അപ്പൊ അതിന്റെ എല്ലാം റിയാക്ഷൻസും പഠിച്ചു അല്ലെ. ഓക്കെ, ആൽക്കഹോളും പഠിച്ചു, ഒരു ആസിഡും പഠിച്ചു, സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ പഠിച്ചു, എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ പഠിച്ചു അല്ലെ. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ടുള്ള റിയാക്ഷൻ ഒക്കെ പഠിച്ചു അല്ലെ. ആൻഡ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പം സോപ്പും ഡിറ്റർജൻസും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ യൂസ് ചെയ്യുന്നത്? സോപ്പ് എന്തിനു വേണ്ടിയിട്ടാ? ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഡേർട്ട് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ സോപ്പും ഡിറ്റർജൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്? ഡേർട്ടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ആൻഡ് മോസ്റ്റ് ഡേർട്ട് ഈസ് ഓയിലി ഇൻ നാച്ചർ. നമ്മള് ഉള്ള എല്ലാ ഡേർട്ടും എന്ത് നാച്ചറാണ് മക്കളെ? ഓയിലി നാച്ചർ കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഡേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രസന്റ് ആണ്? ഓയില് പ്രസന്റ് ആണ് കേട്ടോ. ഡേർട്ടില് ഓയിൽ ഉണ്ട്. ആൻഡ് ഓയിൽ ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. വെള്ളത്തിൽ ഓയില് ഡിസോൾവ് ആവുമോ മക്കളെ? ഇല്ല. സോ ദ മോളിക്യൂൾസ് ഓഫ് സോപ്പ് ആർ സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡിലെ സാൾട്ടിനെയാണ് എന്ത് പറയുന്നതടാ? സോപ്പ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സോഡിയോ പൊട്ടാസ്യം ഉള്ള ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡ് ആണ് സോപ്പ് എന്ന് പറയുന്നത്. അപ്പം സോപ്പിന് രണ്ട് എൻഡ് ഉണ്ട്. അയണിക് എൻഡ് ഓഫ് സോപ്പ് interact with the water while the carbon chain interact with the oil. അപ്പം ഇവർക്ക് സോപ്പിന് ഒരു അയോണിന്റെ എൻഡ് അയോണിന്റെ എൻഡും ഉണ്ട്, കാർബണിന്റെ എൻഡും ഉണ്ട് അല്ലെ. സോഡിയം ഉണ്ട് ആൻഡ് ലോങ് ചെയിൻ ഓഫ് കാർബൺ, രണ്ട് എൻഡുകൾ ചേർന്നിട്ടല്ലേ സോപ്പ് ഉണ്ടായിട്ടുള്ളത്. The soap molecules thus form structures called മിസെല്ലീസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ് ആണ്. മിസെല്ലി ഫോർമേഷൻ നടക്കും കേട്ടോ. മിസെല്ലീസ് ഫോം ചെയ്യും. where one end of the molecule is towards the oil droplet. രണ്ട് എൻഡ് ഉണ്ടാവും. അതിനകത്ത് രണ്ട് എൻഡ് ഉണ്ടാവും. അതിനകത്ത് ഒരു ടെയിൽ ഉണ്ടാവും, ഒരു ടെയിൽ പോർഷൻ ഉണ്ടാവും. ഒരെണ്ണം ടെയിൽ പോർഷൻ എന്ത് ചെയ്യും? ഡേർട്ടിന്റെ അടുത്ത് പോയി നിൽക്കും. ആൻഡ് ബാക്കി മറ്റേ പോർഷൻ വാട്ടറിന്റെ അടുത്ത് പോയി നിൽക്കും. സോ ഇങ്ങനെയാണ് ഉണ്ടാവുക. while the ionic end faces outside, this forms an emulsion in water. The soap micelle thus helps in pulling out the dirt. അപ്പം സോപ്പ് പോയിട്ട് ഡാർട്ടിന്റെ അടുത്ത് പോയി നിൽക്കും. അങ്ങനെ ഡേർട്ടിനെ പുറത്തേക്ക് കൊണ്ടുവരാണ് ചെയ്യുന്നത്. The water we can wash our clothes clean. ഇനി ഒരു മിസലിന്റെ ഫോർമേഷൻ, ഇതാണ് മിസലിന്റെ ചിത്രമാണ്. എന്താ കണ്ടോ നിങ്ങള്? ലോങ് കാർബൺ ചെയിൻ കണ്ടോടാ. ലോങ് ആയിട്ടുള്ള കാർബണിന്റെ ചെയിൻ ആണ്. നമ്മൾ കാർബൺ ചെയിൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു CH3 CH2 എന്നാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, CH2 ഈ സാധനത്തിനെയാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഉള്ളത് കാർബണിന്റെ ഒരു ലോങ് ചെയിൻ ആണ് ട്ടോ. ആൻഡ് അറ്റത്ത് എന്താ ഉള്ളത്? ഇവിടെ അയോൺ ഉണ്ട് അല്ലെ. Na+ കണ്ടില്ലേ നിങ്ങള്? Na+ കണ്ടില്ലേ? സോ ഇവിടെയാണ് എന്തുള്ളത്? നമ്മളെ ഡേർട്ട് ഉള്ളത്. ഡേർട്ട് അല്ലെങ്കിൽ ഓയിൽ ഡ്രോപ്ലെറ്റ് ഉള്ളത് ഈ ഉള്ളിലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഓയിൽ ഉള്ള ആൾക്കാരാണ്. അപ്പം വെള്ളവുമായിട്ട് ഓയിൽ സോല്യബിൾ അല്ലാന്ന്. അപ്പം ഈ മിസലിക്ക് രണ്ട് എൻഡ് ഉണ്ട്. ഒരു ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള എൻഡും ഉണ്ട്, ഒരു ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള എൻഡും ഉണ്ട്. അപ്പൊ മിസലിക്ക് രണ്ട് എൻഡ് ഉണ്ട്. ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള എൻഡും ഉണ്ട്, ഹൈഡ്രോഫോബിക്കും ആയിട്ടുള്ള എൻഡ് ഉണ്ട്. എന്താ മക്കളെ ഹൈഡ്രോഫിലിക്കും ഹൈഡ്രോഫോബിക്കും എന്ന് അറിയോ നിങ്ങൾക്ക്? ഹൈഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് എന്നാണ്. ഓക്കെ, ലവ് മീനിങ്. ഫോബിയ എന്ന് പറഞ്ഞാൽ ഹെയ്റ്റാ. ഓക്കെ, അപ്പൊ ലവും ഹെയ്റ്റും. അപ്പം
ഇഷ്ടപ്പെടുന്ന ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ ഇഷ്ടപ്പെടുന്ന പോർഷൻ ഉണ്ട്, ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളത്തിനെ ഹെയ്റ്റ് ചെയ്യുന്ന പോർഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കണ്ടാ അറിയാലോ ഇതിൽ ഏതാ ഹൈഡ്രോഫിലിക് ഏതാ ഹൈഡ്രോഫോബിക് എന്ന്. ഡേർട്ട് പാർട്ടിക്കിൾ ഇവിടെ ഉള്ളത് ഈ എൻഡ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡേർട്ട് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഓയിലാ. അപ്പം ഓയിലിന്റെ അടുത്തേക്ക് പോകുന്ന പാർട്ടിക്കിൾ ഏതാ, ഹൈഡ്രോഫോബിക് അല്ലെ, ഹൈഡ്രോഫോബിക്. കാരണം വാട്ടർ ഓയിലിന് റിപ്പൽഷൻ അല്ലേ, അപ്പൊ ഇത് ഹൈഡ്രോഫോബിക് ആണ്. ഈ എൻഡ് എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ആണ്. ഓക്കെ, അപ്പം ഈ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ആൾക്കാർ പോയിട്ട് ഈ ഹൈഡ്രോഫോബിക് എന്താണ് ഈ ഡേർട്ട് പാർട്ടിക്കിളിന്റെ അടുത്ത് പോയിട്ട് ഡേർട്ട് പാർട്ടിക്കിളിന് എന്ത് ചെയ്യുക, ഇളക്കി ഇളക്കി പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഹൈഡ്രോഫോബിക് എന്താണ്, സോപ്പിന്റെ ഹൈഡ്രോഫോബിക് എന്താണ് കൊണ്ടുവരുന്നത്. ആൻഡ് ഹൈഡ്രോഫിലിക് എൻഡ് പുറത്തായിരിക്കും ഉണ്ടാവുക. സോ മിസെല്ലി എന്ന് പറയുന്നത് soaps are molecules in which the two ends have different property. രണ്ട് property ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്. One is hydrophilic, that is it interact with water, while the other end is hydrophobic. Hydrophobic, that is it interacts with the hydrocarbon. അപ്പൊ രണ്ട് എൻഡ് ഉണ്ട് മിസെല്ലിക്ക്. ഹൈഡ്രോഫിലിക്കും ഉണ്ട്, ഹൈഡ്രോഫിലിക്കും ഉണ്ട്, ഹൈഡ്രോഫോബിക് എൻഡും ഉണ്ട്. ഹൈഡ്രോഫിലിക് എൻഡും ഉണ്ട്, ഹൈഡ്രോഫോബിക് എൻഡും ഉണ്ട്. ഫിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവിങ് ആണ്, ഫോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയ്റ്റിംഗ് ആണ്, ആ ഒരു മീനിങ് ആണ്. അപ്പം ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ലവിങ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. വാട്ടർ ലവിങ് ആണെങ്കിൽ അവരെന്തായിരിക്കും, ഓയിലിനെ റിപ്പൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ. ആൻഡ് ഹൈഡ്രോഫോബിക് എന്ന് പറയുന്ന ആൾക്കാര് ഓയിലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും, വെള്ളത്തിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും. അപ്പം ഓയിൽ എന്ന് പറയുന്നത്, ഡാർട്ട് എന്ന് പറയുന്നത് ശരിക്കും ഓയിൽ കണ്ടന്റ് ഉള്ള സാധനമാണ് ഡാർട്ട് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് വരുന്നത്. When soap is at the surface of water, the hydrophobic tail of soap will not be soluble in water and the soap will align along the surface of water with the ionic end in water and the hydrocarbon tail protruding out of water. പക്ഷേ വെള്ളത്തിൽ കയറി കഴിഞ്ഞാൽ inside water, these molecules have a unique orientation that keeps the hydrocarbon portion out of the water. And thus clusters of molecules in which the hydrophobic tails are in the interior of the cluster and the ionic end are on the surface of the cluster. This formation is called a മിസെല്ലി. അപ്പൊ മിസെല്ലി എന്ന് പറയുന്നത് ഇങ്ങനെ ടെയിലുകൾ കണ്ടില്ലേ, നിങ്ങൾ ഇമേജ് കണ്ടില്ലേ, ഇവിടെ ഒരു ഓയിൽ ഡ്രോപ്ലെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ അയോൺസ് ആയിരിക്കും ഉണ്ടാവുക. ഈ സാധനമായിരിക്കും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള പോർഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. Soap in the form of a micelli is able to clean since the oily dart will be collected in the center of the micelli. The micelli stay in solution as a colloid. മിസെല്ലി ഒരു സൊല്യൂഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അത് സൊല്യൂഷനിൽ എങ്ങനെയായിരിക്കും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, അതൊരു കൊളോയിഡ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. And will not come together to precipitate because of ion repulsion. Thus, the dirt suspended in the micellis is also easily rinsed away. The soap micellis are large enough to scatter light, hence a soap solution appears cloudly. അപ്പം soap micelli എന്ന് പറയുന്നത് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാൻ പറ്റും, hence a soap solution appears cloudly. So ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഒരു എൻഡും ഉണ്ടാവും, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു എൻഡും ഉണ്ടാവും സോപ്പിന്റെ മോളിക്യൂളിന് അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള എൻഡുകൾ മൊത്തം ഇവിടെ ഡാർട്ട് ഉണ്ടാവും അല്ലെ, ഈ ഡാർട്ടിനെ വന്നിട്ട് എടുത്തിട്ട് പോവുക ചെയ്യാം. കണ്ടോ നിങ്ങൾ, ഒരു ഹൈഡ്രോഫിലിക് എൻഡും ഉണ്ട്, ഒരു ഹൈഡ്രോഫോബിക് എൻഡും ഉണ്ട്. ഇത് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള എൻഡാ, ഇത് ഹൈഡ്രോഫോബിക്. ഹൈഡ്രോഫോബിക് എന്തായിരിക്കും, ഇത് ഡേർട്ട് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡേർട്ട് ആയിരിക്കും. ഹൈഡ്രോഫോബിക് എന്തായിരിക്കും, ഈ ഡേർട്ടുമായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ടാവുക, എന്നിട്ട് അത് എടുത്തിട്ട് കളയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ റിൻസ് ചെയ്യുമ്പോൾ അത് പോവുകയാണ് ചെയ്യുന്നത്. സോ ഹാവ് യു എവർ ഒബ്സർവ്ഡ് വൈൽ ബാത്തിങ് ദാറ്റ് foam is formed with a difficulty and an insoluble substance, അതിനെ സ്കം എന്നാ പറയാ, remains after washing with water. അതായത് വാട്ടർ രണ്ട് ടൈപ്പ് ഉണ്ട്, ഹാർഡ് വാട്ടറും ഉണ്ട്, സോഫ്റ്റ് വാട്ടറും ഉണ്ട് കേട്ടോ. രണ്ട് ടൈപ്പ് വാട്ടർ ഉണ്ട്. അപ്പം കാൽഷ്യം മഗ്നീഷ്യത്തിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഹാർഡ് വാട്ടർ എന്നാ പറയാ, സോഫ്റ്റ് വാട്ടറും ഉണ്ട്. This is caused by the reaction of soap with the calcium and magnesium salt which cause the hardness of water. അപ്പം ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും സോൾട്ട് ഉണ്ടാവും. എന്നിട്ട് അപ്പൊ ലാർജ് എമൗണ്ട് ഓഫ് സോപ്പ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക്
ആ ഹാർഡ്നെസ്, വെള്ളത്തിന്റെ ഹാർഡ്നെസ് പോകാൻ. ഈ കാൽഷ്യവും മാഗ്നീഷ്യത്തിന്റെയും സോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറെ സോപ്പ് ഉപയോഗിച്ച് മാത്രമേ അവിടെ നമുക്ക് ലേതർ വരുള്ളൂ. പതയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സോപ്പ് യൂസ് ചെയ്യേണ്ടി വരും ഹാർഡ് വാട്ടറിൽ. സോ ഹാർഡ് വാട്ടറിൽ കാൽഷ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും എന്തുണ്ടടാ, സോൾട്ട് ഉണ്ട്. സോ അതെന്തായിരിക്കും, അവിടെ നമുക്ക് സോപ്പ് പതപ്പിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാ, ബൈ യൂസിങ് അനദർ ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് കോൾഡ്, അവിടെ നമ്മൾ ഡിറ്റർജൻസ് യൂസ് ചെയ്യും സോപ്സിന് പകരമായിട്ട് ആസ് ക്ലെൻസിങ് ഏജൻസ്. ഡിറ്റർജൻസ് ആർ ജനറലി സോഡിയം സാൾട്ട് ഓഫ് സൾഫോണിക് ആസിഡ്. സൾഫോണിക് ആസിഡിന്റെ സോഡിയം സോൾട്ട് ആണ് ഡിറ്റർജൻസ് എന്ന് പറയുന്നത്. സോ സോഡിയം സോൾട്ട് ഓഫ് സൾഫോണിക് ആസിഡ് ആണ് എന്താ, ഡിറ്റർജൻസ് എന്ന് പറയുന്നത്. ആൻഡ് or ammonium salt, sulfonic acids of sodium salt of sulfonic acids or ammonium salts with chlorides or bromides, ions, etc. Both have long hydrocarbon chain. Soapinum detergentsinum long hydrocarbon chain ഉണ്ട്. Charged ends of these compounds do not form insoluble precipitates with the calcium and magnesium ions in hard water. Thus, they remain effective in hard water. Detergents are usually used to make shampoos and products for cleaning clothes. അപ്പൊ നമ്മൾ ഷാംപൂസിലൊക്കെ നമ്മൾ ഡിറ്റർജൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്റർ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ സെഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, സോപ്പും ഡിറ്റർജൻസിനെ പറ്റിയും പറഞ്ഞു. പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ കുറെ റിയാക്ഷൻസ് ആയിരുന്നു. ഒരു ആൽക്കഹോളിന്റെയും ഒരു കാർബോക്സിലിക് ആസിഡിന്റെയും ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസും റിയാക്ഷൻസും പഠിച്ചു അല്ലെ. അപ്പം ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, കാർബൺ എന്ന് പറയുന്ന കാർബണിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ്, കാർബണിന്റെ റിയാക്ഷൻസ്, കാർബണിന്റെ ഇമ്പോർട്ടന്റ് റിയാക്ഷൻസ് ആയിട്ടുള്ള ഓക്സിഡേഷൻ, അത് നിങ്ങൾ നെയിമിങ് പഠിച്ചു. ഒക്കെ നിങ്ങൾ മറക്കാൻ പാടില്ല കേട്ടോ. അലോട്രോപ്സ് പഠിച്ചു, കാർബൺ ഫോം ചെയ്യുന്ന കോവാലന്റ് ബോണ്ട്. നിങ്ങൾക്കൊന്ന് ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്തൊക്കെയാ പഠിച്ചേന്ന്? കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററില് കോവാലന്റ് ബോണ്ടിങ്ങിനെ പറ്റി പഠിച്ചു അല്ലെ. ഫസ്റ്റ് നെയിമിംഗ് പഠിക്കുന്നുണ്ട്, റിയാക്ഷൻസ് പഠിക്കുന്നുണ്ട്, അലോട്രോപ്സ് ഓഫ് കാർബൺ പഠിക്കുന്നുണ്ട്, സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് പഠിക്കുന്നുണ്ട്, പിന്നെ ഇമ്പോർട്ടന്റ് ആറാമത്തെ അല്ലേടാ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് പഠിക്കുന്നുണ്ട് അല്ലെ. 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് പഠിക്കുന്നില്ലേ. പിന്നെ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പഠിക്കുന്നില്ലേ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മസ്റ്റ് ആയിട്ട്. ഇനിയും കുറെ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. നിങ്ങൾ പോർഷൻ പഠിക്കുന്ന സമയത്ത്, ഓരോരോ പോർഷനും പഠിക്കുന്ന സമയത്ത് ഒരു സാധനം ക്ലിയർ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ നെക്സ്റ്റ് പോർഷനിലേക്ക് കടക്കുക കേട്ടോ. അപ്പം എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പോർഷൻ ക്ലിയർ ആക്കിയതിനു ശേഷം നെക്സ്റ്റ് സെഷനിലേക്ക് പോവുക. കാരണം ഒരു സെഷൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സെഷൻസ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കാരണം ഫസ്റ്റ് ആയിട്ടല്ലേ നിങ്ങൾ ഓർഗാനിക് പഠിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്.
നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, റിയാക്ഷൻസ് ഒക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, റിയേജൻസ് ഒക്കെ മാറിപ്പോവാതിരിക്കുക. ഓരോ റിയാക്ഷനും കാണുമ്പോൾ അതിന്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. കാരണം ഒരു റിയേജന്റ് തന്നിട്ട് ഇന്ന റിയാക്ടന്റ് ഇന്നെ പ്രസൻസിൽ, ഇന്ന കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ റിയാക്ഷൻ ഏതാന്ന് പെട്ടെന്ന് ക്ലിക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഈ ചാപ്റ്റർ പഠിച്ചു വരേണ്ടത്. ഓക്കെ, ശരി, എന്നാല് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.